എന്നും കുർബാനയ്ക്ക് പോകുന്നവരെ കൈ വെക്കുക. എന്നും കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നവര് വെരി ഗുഡ്, കൈയാത്തട്ടെ. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ഇനി ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനകളുടെ എണ്ണം എഴുതിയിടണം. എഴുതിയിടണം. ഞാൻ ഒരു കാര്യം പറയാൻ പോവാണ്. എഴുതിയിടണം. ഇനി എഴുതിയിട്ടാൽ മതി. ഇപ്പൊ ഇന്നൊരെണ്ണം പങ്കെടുത്തു, ഇന്നൊന്ന്, ഇനി എഴുതിയിട്ടോ. എഴുതിയിട്ടിട്ട് 1000 കുർബാനയാവുമ്പോ ഒരു കാര്യം ചോദിക്കണം കർത്താവിനോട്. അത് കിട്ടും. അത് ബൈബിളിലുണ്ടോ എന്ന് ചോദിച്ചാൽ ബൈബിളിലൊന്നും ഇല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചോ. 1000 കുർബാന തികയുമ്പോ ഒരു കാര്യം ചോദിക്കണം. അയ്യോ, അപ്പൊ എത്ര കൊല്ലം കഴിയണം? എത്ര? 3 കൊല്ലം അല്ലേ? 3 കൊല്ലം കഴിയട്ടെ. അതിനല്ല 2022, 2025 അല്ലെങ്കിൽ 1000 കുർബാന തികയുന്നതിന് വേണ്ടി ഇപ്പോഴേ ഒരു കാര്യം ചോദിച്ചോ. എന്നിട്ട് 1000 കുർബാന അതിന് വെച്ചോ. എന്താ ചോദിക്കേണ്ടതറിയാം? ചെറിയ സാധനങ്ങൾ ചോദിക്കരുത്. വലിയ കാര്യം ചോദിക്കണം. അപ്പൊ വലിയ കാര്യം എന്താണ്? ഒരു 10 നില വീട്. അതല്ല, പിന്നെന്താണ്? അനേകം ആത്മാക്കളുടെ രക്ഷ ചോദിക്കണം. മനസ്സിലായോ? രക്ഷ ചോദിക്കണം. ഇപ്പൊ യേശുവിനെ അറിയാത്ത ഒരാള്, ഇപ്പൊ ഉദാഹരണത്തിന് ആരുടെ പേര് പറഞ്ഞാലും പ്രശ്നമാവും, അതുകൊണ്ട് ആരുടെയും പേര് പറയുന്നില്ല. ഇപ്പൊ യേശുവിനെ അറിയാത്ത ഒരാള് മറ്റേ അദ്ദേഹത്തിന്റെ പേരെന്താണ്? മറ്റേ നോർത്ത് കൊറിയയിലെ ചേട്ടന്റെ പേര് കിങ് അപ്പൊ അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാവാൻ പ്രാർത്ഥിക്കണം. എത്ര മാനസാന്തരം എന്ന് ഞാൻ പറഞ്ഞാൽ യേശുവിനെ അറിയാൻ പ്രാർത്ഥിക്കണം. അതിന് എന്ത് നിയോഗം? 1000 കുർബാന. അതൊന്നും പറ്റത്തില്ല. 10 നില വീട്. അതാണ് ഇപ്പൊ ആ മുഖത്ത് ആദ്യം 1000 കുർബാനയ്ക്ക് ഒരു കാര്യം ചോദിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞപ്പോ തെളിഞ്ഞ സന്തോഷം ഇപ്പൊ ഇല്ല. മറ്റേ അവന്റെ ആ പൊണ്ണത്തടിയന്റെ മാനസാന്തരത്തിന് നമ്മളെന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന ഞാനത് പറഞ്ഞ്, ഞാൻ ഉദാഹരണം പറഞ്ഞത് ചെറിയ കാര്യം ചോദിക്കരുത്. കാരണം ചെറിയ കാര്യമൊക്കെ നമ്മൾ ഇപ്പൊ ഈ ചെറിയ നൊവേനയിലൊക്കെ നടക്കും. ചെറിയ കാര്യം, വലിയ കാര്യം ചോദിക്കണം. അപ്പൊ അതുകൊണ്ട് 1000 കുർബാനയെ പങ്കെടുത്തിട്ട് കിട്ടാൻ വേണ്ടി ഒരു വലിയ കാര്യം എഴുതി വെച്ചോ. ഒരു വലിയ കാര്യം. അത് ഞാൻ പറയാൻ കാരണം, അങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നത്, ഈ ഒത്തിരി കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരു കാര്യം ദൈവസന്നിധി സമർപ്പിക്കണോ ചിന്ത വന്നത് ഈ ഭാഗം വായിച്ചപ്പോഴാണ്. അത് ഓർത്തപ്പോ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഈ രാജാക്കന്മാരുടെ പുസ്തകത്തില് അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് വരികയാണ്. ഞാൻ വായിക്കാം 4-ാമത്തെ വാക്യം, 3-ാം അധ്യായം 4-ാം വാക്യം. 1 Kings 3:4. ഒരിക്കൽ രാജാവ്, നിങ്ങൾ ഒരുമിച്ച് വായിച്ചോ, ബലി അർപ്പിക്കാൻ മുഖ്യ പൂജാഗിരിയായ ഗിബെയോനിലേക്ക് പോയി. ആ ബലിപീഠത്തിൽ അവൻ 1000 ദഹനബലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് രാത്രി കർത്താവ് സോളമന് പ്രത്യക്ഷനായി. കണ്ടോ, ഇത് വായിച്ചപ്പോഴാണ് അങ്ങനെ ചിന്ത എന്റെ മനസ്സിൽ വന്നത്. എന്താണ്? 1000 കുർബാന അർപ്പിച്ചു കഴിഞ്ഞപ്പോ കർത്താവ് നേരിട്ടങ്ങ് പ്രത്യക്ഷപ്പെട്ടെന്ന്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇത് എന്താണ്? ഈ 1000 എണ്ണമൊന്നും നിങ്ങൾ ഒരു കൾട്ടാക്കണ്ട, എണ്ണത്തെ ഒന്നും അങ്ങനെ വിഗ്രഹവൽക്കരിക്കണ്ട. പക്ഷേ നമ്മളിങ്ങനെ ഓരോ കുർബാന അർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യത്തിന്റെ ശക്തി വർദ്ധിക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന ദൈവത്തിന്റെ തേജസ് കൂടുന്നുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന ദൈവശക്തിക്ക് മാറ്റം വരുന്നുണ്ട്. നമ്മളിൽ നിറയുന്ന ദൈവകൃപയ്ക്ക് മാറ്റം വരുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് കുർബാന എത്രത്തോളം അർപ്പിച്ചാലും അതിനകത്തൊരു സന്തോഷം കണ്ടെത്തിക്കണം.